ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ പുതിയ ബുക്കിലെ, അതായത് 2024 വന്നിട്ടുള്ള ബുക്കിലെ ഗുണന രീതികൾ എന്ന് പറഞ്ഞ 3ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കളെ, നിങ്ങൾ സംഖ്യകൾ കൂട്ടാനും ഗുണിക്കാനും ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു കാര്യം നോക്കാം. 15 + 8 എത്രയാണ് നോക്കാം. 15ഉം 8ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? 23 ആണല്ലേ. അങ്ങനെയാണെങ്കിൽ 18 + 5 അതും 23 തന്നെയാണ്, മാറിയിട്ടില്ല. ഇതേപോലെ ഗുണനം ചെയ്താലോ, 15 × 8 എത്രയാണ്? 120 എന്നാൽ 18 × 5 120 അല്ല, അത് മാറിയിട്ടുണ്ട്. എത്ര കിട്ടുന്നത്? 90 എന്നാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കൂട്ടുമ്പോൾ നമുക്ക് ഒരേ ഉത്തരം കിട്ടിയത്? അത് നോക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ നോക്കാം. അതായത് 15 + 8 എന്നുള്ളതിന് പകരം 10 + 5 + 8 എന്ന് കൊടുക്കാം അല്ലേ. 15 എന്നുള്ളതിന് പകരം 10 + 5 എന്ന് കൊടുത്തു. അപ്പോൾ 10 + 5 + 8 എന്ന് ആയില്ലേ. ഇനി അടുത്ത് നോക്കൂ, 18 + 5 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 8 + 5. അപ്പോൾ നോക്കൂ, അതിൽ എല്ലാത്തിലും ഉള്ളത് ഒരേ സംഖ്യ തന്നെയാണ് അല്ലേ, കൂട്ടാനുള്ളത്. അപ്പോൾ കൂട്ടുമ്പോൾ എന്തായിരിക്കും? 5നോട് 8 കൂട്ടിയാലും 8നോട് 5 കൂട്ടിയാലും എന്ത് തന്നെയായിരിക്കും? 13 തന്നെയാണ്. അപ്പോൾ 13ക്ക് 10 കൂട്ടുമ്പോൾ 23 കിട്ടി. അതാണ് സംഭവിച്ചത്. എന്നാൽ ഗുണിക്കുമ്പോൾ 18 × 5ഉം 15 × 8ഉം തുല്യമാണോ നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം അതിൽ 15 × 8 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ 15 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 10 + 5 എന്ന് കൊടുക്കാം. കൂട്ടാനുള്ളത് ആയതുകൊണ്ട് അത് നമുക്ക് ബ്രാക്കറ്റിലിട്ട് കൊടുക്കാം. ഗുണിക്കണം 8 അല്ലേ. ഇപ്പോൾ നമുക്ക് നോക്കൂ, പുറത്തുള്ള 8, ബ്രാക്കറ്റിൻ്റെ പുറത്തുള്ള 8 10നും ബാധകമാണ്, 5നും ബാധകമാണ് അല്ലേ. 15നെയാണ് 8 കൊണ്ട് ഗുണിക്കാനുള്ളത്, 10നെ മാത്രമല്ല. അപ്പോൾ 10നെയും 8 കൊണ്ട് ഗുണിക്കണം, 5നെയും 8 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? 10 × 8 + 5 × 8 എന്ന് എഴുതാം. ഇനി പിന്നെ 18 × 5 എങ്ങനെയാണ്? 18 എന്നുള്ളതിന് പകരം നമുക്ക് 10 + 8 കൊടുക്കാം, എന്നിട്ട് ഗുണിക്കണം 5. അപ്പോൾ ഈ 10 ബ്രാക്കറ്റിലുള്ള 10ഉം 8ഉം 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 10 × 5ഉം വേണം, 8 × 5ഉം വേണം. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടുകയാണ് വേണ്ടത്. ഇപ്പോൾ നോക്കൂ, 5 × 8, അവസാനത്തെ ആ ബ്രാക്കറ്റിലുള്ള 5 × 8ഉം താഴത്തേലുള്ള 8 × 5ഉം അത് രണ്ടും തുല്യമാണ് അല്ലേ. 8 × 5 ആയാലും 5 × 8 ആയാലും തുല്യമാണ്. പക്ഷേ 10 × 8 ആണ് ഒന്നിൽ 10 × 5 ആണ്. അപ്പോൾ അത് രണ്ടും മാറ്റുണ്ട് അല്ലേ. 10 × 8 ആണ് വലുത് വരിക, 10 × 5 ചെറുതായിരിക്കും. അപ്പോൾ 15 × 8 ആണ് വലിയ സംഖ്യ ആയിട്ട് വന്നത്, 18 × 5 ചെറുതാണ്. കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ? 5 × 8 എന്ന് പറയുന്നത് രണ്ടിനും തുല്യമാണ്. ഒന്നിൽ 8 × 5ഉം ഒന്നിൽ 5 × 8ഉം ആണ്. അതുകൊണ്ട് അത് മാറ്റമില്ല. പക്ഷെ മാറ്റമുള്ള ഒരു സംഖ്യ ഉണ്ട്. ഏതാണ്? ഒന്ന് 10 × 8 ആണ്, ഒന്ന് 10 × 5 ആണ്. അപ്പോൾ എന്താണ്, ആ സംഖ്യ ഒരേപോലെ ആവുമോ? ഇല്ല, അത് മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. നമുക്കിതൊന്ന് ചിത്രം വരച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് പുള്ളികൾ, അതായത് പൊട്ടുകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണതല്ലോ. അപ്പോൾ 8 × 15 എന്നുള്ളതിന് 8 വരികളും 15 നിരകളുമായിട്ട് അത് പുള്ളിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ 8 വരിയും 15 നിരയായിട്ട് അതിനെ അടുക്കി വെച്ച് കഴിയുമ്പോൾ ആകെ എത്ര എണ്ണം ഉണ്ടാവും? 120 എണ്ണാണുള്ളത് അല്ലേ. നമ്മൾ 15 × 8 ചെയ്തു. ഇനി 18 × 5ന് നമ്മളെങ്ങനെ അടുക്കി വെക്കാം? 5 വരിയായിട്ടും 18 നിരയായിട്ടും അടുക്കി വെക്കാം. അപ്പോൾ അത് എത്രയാണ് കിട്ടുന്നത്? 90 എണ്ണാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും തമ്മിൽ നല്ല മാറ്റമല്ലേ. ഒന്ന് 120 ആണ്, ഒന്ന് 90 ആണ്. അപ്പോൾ ഏതാണ് വലുത് ഏതാണ് ചെറുത് നമുക്ക് മനസ്സിലാവും. എത്ര വ്യത്യാസമുണ്ട്? 30ൻ്റെ വ്യത്യാസമുണ്ട് അല്ലേ. എങ്ങനെയാണ് നമ്മൾ കണ്ടത്? ഒന്ന് 90, ഒന്ന് 120 ആണ്. അപ്പോൾ 120 - 90, അപ്പോൾ 30 എന്ന് കിട്ടും. അപ്പോൾ നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു രീതി നോക്കാം. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വരിയിലും 10 പൊട്ടുകളുള്ള രീതിയിൽ നമുക്കതൊന്ന് കട്ട് ചെയ്യാം. ഒരു വര വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 ചിത്രത്തിലും അങ്ങനെ 10 പൊട്ട്, ഒരു വരിയിൽ 10 പൊട്ട് എന്നുള്ള രീതിയിലാക്കിയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, ആദ്യത്തെ ചിത്രത്തിലെ ആദ്യത്തെ കള്ളിയിൽ 10 × 8 ആണ് അല്ലേ. 10 × 8 കണ്ടാൽ 80 പുള്ളികളാണ് അതിലുള്ളത്. പിന്നെ അതിൽ തന്നെയുള്ള അടുത്ത കള്ളിയിലോ 5 × 8 ആണ്. 5 ഒരു വരിയിൽ 5 വീതം. എത്ര വരികളുണ്ട്? 8 വരികളുണ്ട് അല്ലേ. 5 × 8 40 എന്നുണ്ടാവും. അപ്പോൾ ആദ്യത്തിൽ പിന്നെ 80ഉം പിന്നെ 40ഉം, അപ്പോൾ എത്രയായി? 120 എന്ന് കിട്ടിയ രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 120 എന്ന് കിട്ടും. ഇനി അടുത്ത ചിത്രം, അതിൽ 5 വരികളാണ് ഉള്ളത്. ഓരോ വരിയിലും 10 പൊട്ട് വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. ആദ്യത്തെ കള്ളിയിൽ, രണ്ടാമത്തെ ചിത്രത്തിലെ ആദ്യത്തെ കള്ളിയിൽ 10 പൊട്ടാണ് ഒരു വരിയിൽ വരുന്ന രീതിയിൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ 5 വരികളുണ്ട്. പിന്നെ അതിൽ തന്നെയുള്ള രണ്ടാമത്തെ കള്ളിയിലോ 8 പൊട്ടുകൾ വരുന്ന രീതിയിലാണ് അല്ലേ. 8 പൊട്ടുകളാണ് ഒരു വരിയിൽ വരുന്നത്. അങ്ങനത്തെ 5 വരിയാണ് ഉള്ളത്. ഇനി നമുക്ക് അതിൽ ഓരോന്നിലും എത്രയാണ് നോക്കാൻ എളുപ്പമല്ലേ. നമുക്കത് എണ്ണി നോക്കണമെന്നില്ല, പിന്നെ നമ്മൾ എഴുതി ഗുണിച്ച് നോക്കണമെന്നില്ല അല്ലേ. എന്താണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആദ്യത്തേത് 5 × 10 ആണ്. 5 × 10 എന്ന് പറഞ്ഞാൽ 50 അല്ലേ. 5 × 10 50. പിന്നെ
പിന്നെ 5 ഇൻറ്റു 8ആണ്. 8×5 40 അപ്പോൾ 50ഉം 40ഉം. ഒരു കള്ളിയിൽ 50 ഉണ്ട്, അടുത്ത കള്ളിയിൽ 40 ഉണ്ട്. അപ്പോൾ ആകെ എത്രയുണ്ട്? 50ഉം 40ഉം കൂടി പറഞ്ഞാൽ 90ആണുള്ളത്. അപ്പോൾ നോക്കൂ, രണ്ട് ചിത്രത്തിലും വലത് കള്ളിയിൽ എത്ര തന്നെയാണുള്ളത്? 40 പൊട്ടുകൾ തന്നെയാണുള്ളത് അല്ലേ? 5 ഇൻറ്റു 8, 8 ഇൻറ്റു 5, രണ്ടായാലും എന്ത് തന്നെയാണ്? 40 പുള്ളികൾ തന്നെയാണ് ഉള്ളത്. എന്നാൽ ഇടത് കള്ളിയിലോ? അതിൽ മാറ്റമുണ്ട് അല്ലേ? ഒന്നിൽ 80ഉം ഒന്നിൽ 50ഉം പുള്ളികളാണുള്ളത്. അപ്പോൾ ഈ പുള്ളികൾ വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏതാണ് വലുത് ഏതാണ് ചെറുതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 16 ഇൻറ്റു 9 ആണോ അതോ 19 ഇൻറ്റു 6 ആണോ വലുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഗുണിച്ചു നോക്കാതെ തന്നെ പറയാൻ പറ്റുമോ? എങ്ങനെ ആലോചിക്കണം? എങ്ങനെ ആലോചിക്കുക? 16 ഇൻറ്റു 9, 16 ഇൻറ്റു 9 എന്നുള്ളതിനെ നമുക്ക് 16 എന്നുള്ളതിന് 10 + 6 എന്നാക്കാം. അപ്പോൾ 10നെയും 9 കൊണ്ട് ഗുണിക്കണം, 6നെയും 9 കൊണ്ട് ഗുണിക്കല്ലേ? അപ്പോൾ 10 + 6 ഇൻറ്റു 9 എന്നുള്ളത് 10 ഇൻറ്റു 9 + 6 ഇൻറ്റു 9 എന്ന് എഴുതാം. ഇനി അതുപോലെ തന്നെ 19 ഇൻറ്റു 6നെയോ? 19 എന്നുള്ളത് നമുക്ക് 10 + 9 എന്നാക്കാം. അപ്പോൾ 10 + 9 ഇൻറ്റു 6, ഈ 6 10 കൊണ്ടും ഗുണിക്കണം 9 കൊണ്ടും ഗുണിക്കണം, ബ്രാക്കറ്റിലുള്ളത് പുറത്തുള്ള രണ്ടിനെയും ഗുണിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 10 ഇൻറ്റു 6 + 9 ഇൻറ്റു 6 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, അതിൻ്റെ വലത് ഭാഗത്തുള്ളത് ഒന്ന് 6 ഇൻറ്റു 9, ഒന്ന് 9 ഇൻറ്റു 6 ആണ്. അപ്പോൾ അത് തുല്യമാണ് നമുക്കറിയാം. പിന്നെ 10 ഇൻറ്റു 9 ആണ് ഒന്നിൽ 10 ഇൻറ്റു 6 ആണ്. അപ്പോൾ ഇതിൽ ഏതാ വലുത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ? 10 ഇൻറ്റു 9 ആണ് വലുത്, 10 ഇൻറ്റു 6 ചെറുതാണ്. അപ്പോൾ ഏതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ? 16 ഇൻറ്റു 9 ആയിരിക്കും ഏറ്റവും വലിയ സംഖ്യ. 19 ഇൻറ്റു 6 അതിനേക്കാളും ചെറുതാണ്. എത്ര വ്യത്യാസമുണ്ട്? അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ സെയിം ആയിട്ടുള്ള ഭാഗത്തിന് അങ്ങോട്ട് മാറ്റി വെക്കുക. ബാക്കി എത്രയാണ്? 10 ഇൻറ്റു 9 ആണ് ഒന്നിലുള്ളത്, ഒന്നിൽ 10 ഇൻറ്റു 6 ആണ്. 10 ഇൻറ്റു 9ന്ന് 10 ഇൻറ്റു 6 കുറച്ചാൽ മതി അല്ലേ? 10 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 90 ആണ്, 10 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 60 ആണ്. അപ്പോൾ 90ന്ന് 60 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 30 ആണ്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30. ഇനി നോക്കൂ, അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ചുവടെയുള്ള ഗുണനഫലങ്ങളിൽ ഏതാണ് വലുത് എന്നും എത്ര കൂടുതലാണെന്നും മനക്കണക്കാക്കി പറയാമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിത് മനക്കണക്കാക്കിയിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ താഴെ എഴുതി കാണിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 12 ഇൻറ്റു 8ഉം 18 ഇൻറ്റു 2ഉം ആണ്. അപ്പോൾ 12 ഇൻറ്റു 8നെ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് 10 ഇൻറ്റു 8ഉം 2 ഇൻറ്റു 8ഉം ആക്കാം അല്ലേ? 18 ഇൻറ്റു 2നെയോ? 10 ഇൻറ്റു 2ഉം 8 ഇൻറ്റു 2ഉം ആക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് വലുത് നോക്കാൻ ഈസിയല്ലേ. അതായത് ആ വലത് ഭാഗത്തുള്ള കള്ളിയിൽ, അതായത് 2 ഇൻറ്റു 8 ആണ് ഒന്നിൽ 8 ഇൻറ്റു 2 ആണ്. അത് രണ്ടും തുല്യമാണ്, അതുകൊണ്ട് അതിന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് ഏതാണ്? 10 ഇൻറ്റു 8ഉം 10 ഇൻറ്റു 2ഉം ആണ്. അതിൽ ഏതാ വലുത് നോക്കാൻ ഈസിയല്ലേ? ഏതാണ്? 10 ഇൻറ്റു 8 തന്നെ ആയിരിക്കും. അപ്പോൾ എത്ര വ്യത്യാസമുണ്ട് നോക്കാൻ എന്താ ചെയ്യേണ്ടത്? 80ന്ന് 20 കുറച്ചാൽ മതി അല്ലേ? 10 ഇൻറ്റു 8 80 ആണ്, 10 ഇൻറ്റു 2 20 ആണ്. അപ്പോൾ 80ന്ന് 20 കുറച്ചാൽ നമുക്ക് എത്ര വലുപ്പമുണ്ട്, എത്രയാണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 12 ഇൻറ്റു 8 ആണ് വലുത് എന്ന് എഴുതാം. അതുപോലെ എത്രയാണ് കൂടുതലുള്ളതെന്ന് നോക്കാൻ 80ന്ന് 20 കുറക്കുക. അപ്പോൾ 60 ആണ് കൂടുതലുള്ളതെന്ന് മനസ്സിലാവില്ലേ? എങ്ങനെയാണ് 80 കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? 10 ഇൻറ്റു 8 അത് 80. അതുപോലെ 20 കിട്ടിയതോ? 10 ഇൻറ്റു 2 20. അപ്പോൾ 80ന്ന് 20 കുറക്കുക, അങ്ങനെ 60 ആണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 17 ഇൻറ്റു 6ഉം 16 ഇൻറ്റു 7ഉം ആണ്. അല്ലേ? ഏതാണ് വലുത് നോക്കണം, എത്ര കൂടുതലുണ്ട് എന്നുള്ളത്, വലുതിന് എത്രയാണ് കൂടുതലുള്ളത് നോക്കണം അല്ലേ? അപ്പോൾ ഏതാണ് വലുത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 17 ഇൻറ്റു 6 എന്നുള്ളതിന് പകരം 10 ഇൻറ്റു 6ഉം 7 ഇൻറ്റു 6ഉം കാണാം. അപ്പോൾ 10 ഇൻറ്റു 6 + 7 ഇൻറ്റു 6. അതുപോലെ 16 ഇൻറ്റു 7 എന്നുള്ളതിന് 10 ഇൻറ്റു 7ഉം 6 ഇൻറ്റു 7ഉം കാണാം. അപ്പോൾ ഇതിൽ നോക്കൂ, 7 ഇൻറ്റു 6 6 ഇൻറ്റു 7 അത് രണ്ടും സെയിം ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കണ്ട. പിന്നെ ബാക്കിയുള്ളത് 10 ഇൻറ്റു 6ഉം 10 ഇൻറ്റു 7ഉം ആണ്. അപ്പോൾ അതിൽ ഏതാണ് വലുത് നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഏതാണ്? ഒന്ന് 60 ആണ്, ഒന്ന് 70 ആണ് അല്ലേ? 10 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 60, 10 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 70. അപ്പോൾ 10 ഇൻറ്റു 7 വരുന്നത് 70 വരുന്ന അതാണ് വലിയ സംഖ്യ. അതായത് 16 ഇൻറ്റു 7 ആണ് വലുത് എന്ന് പറയുന്നത്. എത്ര വലുത്, എത്രയാണ് കൂടുതലുള്ളത്? 70 - 60 കണ്ടാൽ മതി. ഒന്ന് 10 ഇൻറ്റു 7 ആണ്, ഒന്ന് 10 ഇൻറ്റു 6 ആണ്. അപ്പോൾ 70 - 60. അപ്പോൾ എത്ര കൂടുതലുള്ളത്? 10 കൂടുതലില്ല. 70ന്ന് 60 കുറക്കുമ്പോൾ 10. അപ്പോൾ 10 ആണ് കൂടുതലുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യന് എന്താണ്? 13 ഇൻറ്റു 9ഉം 19 ഇൻറ്റു 3ഉം. അതിൽ ഏതാണ് വലുത് നോക്കണം, അതുപോലെ എത്ര കൂടുതലാണ് ഉള്ളതെന്ന് നോക്കണം. അപ്പോൾ 13 ഇൻറ്റു 9 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 9ഉം 3 ഇൻറ്റു 9 എന്നും എഴുതാം അല്ലേ? 10 ഇൻറ്റു 9 + 3 ഇൻറ്റു 9. അതുപോലെ 13 ഇൻറ്റു 3നെയോ? അല്ല, 19 ഇൻറ്റു 3നെയോ? 10 ഇൻറ്റു 3 എന്നും 9 ഇൻറ്റു 3 എന്നും എഴുതാം.
ഇപ്പോൾ നോക്കൂ, ഇതിലേതാ വലുത് നോക്കാൻ ഇനി ഈസി അല്ലേ? അറ്റത്തുള്ളത്, അതായത് 3 × 9 9 × 3 തിരിച്ചു മറിച്ചിട്ട് ഗുണിച്ചാൽ തുല്യമാണ് നമുക്കറിയാം. അതുകൊണ്ട് അത് നോക്കണ്ട, വലുതാണോ ചെറുതാണോ നോക്കാനും ബാക്കിയുള്ളത് നോക്കിയാൽ മതി. അതായത് 10 × 9 10 × 3 അതിൽ ഏതാണ് വലുത്? 10 × 9 ആണ് വലുത്. നമുക്കറിയാം 10 കൊണ്ട് ഏതൊരു സംഖ്യേനെ ഗുണിക്കാനും ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? 10 × 9 ആകുമ്പോൾ 9ൻ്റെ അടുത്തൊരു 0, അതായത് 90 ആണ്. പിന്നെ 3 കൊണ്ട് 10നെ ഗുണിക്കാനാണെങ്കിലോ 3ൻ്റെ അടുത്തൊരു 0 ഇട്ട് കൊടുക്കുക, അപ്പോൾ 30 ആണ്. അപ്പോൾ ഒന്ന് 90 ആണ്, ഒന്ന് 30 ആണ്. ഏതാ വലുത്? 90 ആണ്. അപ്പോൾ 90 വരുന്ന സംഖ്യയാണ് വലുത്. ഏത്? 13 × 9 ആണ് ആ രണ്ടെണ്ണത്തിൽ വലുതായിട്ട് വരുന്നത്. എത്രയാണ് വ്യത്യാസമുള്ളത് എന്ന് എങ്ങനെയാണ് നോക്കുക? 10 × 9 90 ആണ്, അതുപോലെ 10 × 3 30 ആണ്. അപ്പോൾ 90ന്ന് 30 കുറക്കുക, അപ്പോൾ 60 ആണ് കൂടുതലായിട്ടുള്ളത്. ഒന്നിനേക്കാളും മറ്റൊന്ന് 60 കൂടുതലാണ് എന്ന് മനസ്സിലാവും. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 25 × 6 26 × 5 ഇതിൽ ഏതാണ് വലുത്? അതിൽ എത്രയാണ് കൂടുതലുള്ളത് എന്നാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ 25 × 6 നമുക്ക് എങ്ങനെ എഴുതാം? 20 × 6 + 5 × 6 എന്ന് എഴുതാം. 26 × 5 20 × 5 + 6 × 5 എന്ന് എഴുതാം. അപ്പോൾ ഇതിലും 5 × 6 6 × 5 അത് തുല്യമാണ്. അപ്പോൾ വലുതാണോ ചെറുതാണോ നോക്കുമ്പോൾ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. അടുത്തത് നോക്കിയാൽ മതി. 20 × 6 20 × 5 ഏതാ വലുത്? 20 × 6 വരുന്ന സംഖ്യ തന്നെയാണ് വലുത് അല്ലേ? അപ്പോൾ 20 × 6 എന്നുള്ളതിൻ്റെ സംഖ്യ ഏതാണ്? 25 × 6. അപ്പോൾ 25 × 6 എന്നുള്ള സംഖ്യയാണ് വലുത്. പിന്നെ എത്ര കൂടുതലുണ്ട്? 20 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 6 12 12 കഴിഞ്ഞിട്ടൊരു 0 ഇട്ടാൽ 120. അപ്പോൾ 120 മൈനസ് പിന്നെ 20 × 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 5 10 10 ഇട്ടിട്ട് ഒരു 0 കൂടി ഇട്ടാൽ 100 അല്ലേ? ഗുണിക്കുമ്പോൾ ഗുണിക്കാൻ അറിയില്ലേ? 0 വരുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കാൻ, അവസാനം 0 വരുന്ന സംഖ്യ കൊണ്ട് ഗുണിക്കാൻ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മുമ്പുള്ള സംഖ്യ കൊണ്ട് ഗുണിച്ചിട്ട് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? ഒരു 0 ആണെങ്കിൽ, 2 ആണെങ്കിൽ 2 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ആണ്, 20ൽ ഒരു 0 അല്ലേ ഉള്ളത്? അപ്പോൾ നമ്മൾ 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് എന്താ കിട്ടിയത്? 120 മൈനസ് 100. അപ്പോൾ എത്ര കിട്ടുന്നത്? 20 അല്ലേ? 20 ആണ് കൂടുതൽ. ആ രണ്ട് സംഖ്യകളിലും എത്രയാണ് കൂടുതലുള്ളത്? 20 ആണ് കൂടുതലുള്ളത്. ഒന്ന് പിന്നെ 120 ആണ്, 120ഉം 100ഉം ആണ്. നമുക്ക് 20 × 6 കിട്ടിയപ്പോൾ 120 കിട്ടി. 20 × 5 എടുത്തപ്പോൾ 100 കിട്ടി. അപ്പോൾ 120ന്ന് 100 കുറക്കുക, അപ്പോൾ 20 ആണ് കൂടുതലുള്ളത്. അത് ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 20 ആയിരിക്കും കൂടുതലുള്ളത്. ഗുണിച്ച് നോക്കാതെ തന്നെ നമുക്കിത് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി അടുത്ത ചിത്രം നോക്കൂ. 13 വരികളായിട്ട് പൊട്ടുകൾ അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? എത്ര എണ്ണം ഉണ്ട് ഓരോ വരിയിലും? 15 വീതമാണ് ഓരോ വരിയിലും ഉള്ളത്. അപ്പോൾ അത് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 15 × 13 കാണുകയാണ് വേണ്ടത് അല്ലേ? പക്ഷെ നമ്മൾ കുറച്ചുകൂടെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ 15ഉം 13ഉം ആയിട്ടുള്ള ആ ഒരു കള്ളി തന്നെ 10 എണ്ണം ആക്കിയിട്ട്, ഒരു വരിയിൽ 10 എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ അതിനൊന്ന് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ 10 എണ്ണം ആവുമ്പോൾ അവിടെ ഒരു വര വരച്ചു കൊടുത്തു. അപ്പോൾ എന്തായി? 13 പിന്നെ വരികളുണ്ട്. ഓരോ വരിയിലും 10 വീതമുള്ളതാണ് ആദ്യത്തെ കള്ളിയിൽ. രണ്ടാമത്തെ കള്ളിയിലോ പിന്നെ 5 എണ്ണം ഉണ്ട്. ആ 5 എണ്ണ 13 വരികളിലും 5 വീതം പുള്ളികളാണുള്ളത് അല്ലേ? 13 വരികൾ തന്നെയാണ്, പക്ഷെ അതിൽ 5 വീതമാണ് പിന്നെ ബാക്കിയുള്ളത്. ഇനി നമുക്കത് കുറച്ചുകൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഓരോ നിരയെയും 10ഉം 3ഉം ആയിട്ട് തിരിക്കാം. മുകളിൽ 10 താഴെ 3 വരുന്ന രീതിയിൽ അങ്ങനെ ഒരു കള്ളിയും കൂടി വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാവും. ഇനി നമുക്ക് ഓരോ ചതുരത്തിലുള്ളതും വെവ്വേറെ കണക്കാക്കാമല്ലോ. എങ്ങനെയാണ്? ആ വലിയ കള്ളിയിൽ 10 × 10 അല്ലേ? വരിയും 10 ആണ്, നിരയും 10 ആണ്, അതുകൊണ്ട് 10 × 10. അതിന് തൊട്ടടുത്തുള്ളതിലോ 3 × 10 ആണ്. അല്ല സോറി, 5 × 10 ആണ് അല്ലേ? എന്താണ്? 5 പിന്നെ എന്താണ്? ഒരു വരിയിൽ 5 എണ്ണം. പിന്നെ എത്ര വരികളാണുള്ളത്? 10 വരികളാണുള്ളത്. അതുകൊണ്ട് തന്നെ 5 × 10. താഴെ വലിയ കള്ളിയിൽ 10 × 3 അല്ലേ? 3 വരികളും ഓരോ വരിയിലും 10 എണ്ണം വീതമാണ്, അതുകൊണ്ട് 10 × 3. അടുത്തതിലോ 5 × 3, 5ഉം 3ഉം ആണ് അല്ലേ? അതുകൊണ്ട് തന്നെ 5 × 3 എന്ന് കൊടുക്കുക. ഇനി അതെല്ലാം കൂടെ കൂട്ടിയാൽ ആകെ എത്ര പുള്ളികളുണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണക്കാക്കുക? മൊത്തം 15 × 13 ആണ് നമ്മൾ കാണേണ്ടത്. ആദ്യം നമ്മൾ അതിന് 10 × 10 ആക്കി ഒരു കള്ളിയിൽ, പിന്നെ 5 × 10 ഒരു കള്ളിയിൽ, 10 × 3 ഒരു കള്ളിയിൽ, അതുപോലെ 5 × 3 ഒരു കള്ളിയിലുമാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടണം. 10 × 10 പറഞ്ഞാൽ 100 ആണ്, 5 × 10 പറഞ്ഞാൽ 50 ആണ്, 10 × 3 പറയുമ്പോൾ 30 ആണ്. 10 3 30. നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അങ്ങനെ 10 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 5 × 3 3 5 15 എന്നും എഴുതാം. ഇനി അതെല്ലാം കൂടെ കൂട്ടുക. 100 50ഉം 150, 150ക്ക് 30ഉം കൂടെ കൂട്ടിയാൽ 180, 180ക്ക് 15ഉം കൂടെ കൂട്ടിയാൽ 195 എന്നും കിട്ടും. അപ്പോൾ 15 × 13 195 ആണ് എന്നുള്ളത് നമുക്ക് ഗുണിച്ച് നോക്കാതെ തന്നെ പറയാൻ പറ്റും.
അപ്പോൾ ഇതുവരെ നമ്മൾ പൊട്ടൊക്കെ വെച്ചാണ് ചെയ്തത്. ഇനി അതൊന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ചെയ്ത് നോക്കാം. അതായത് 18 ഇൻറ്റു 12 നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മളൊരു കള്ളി വരയ്ക്കുക, അതിന് 18ഉം 12ഉം കൊടുക്കുക. അപ്പോൾ നമുക്കതൊന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് 10ഉം 10ഉം പിന്നെ 10ഉം 8ഉമാണ് 18 നമുക്കറിയാം. അപ്പോൾ ഒരു കള്ളിയിൽ 10 ഒരു കള്ളിയിൽ 8ഉം വരുന്ന രീതിയിൽ എഴുതുക. പിന്നെ 12 ആണെങ്കിലോ 10ഉം 2ഉം ആണ്. അപ്പോൾ 10ഉം 2ഉം ആക്കിയിട്ട് താഴേക്കും എഴുതുക. ആ കള്ളിയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമ്മൾ അതൊക്കെ ഒന്ന് ഗുണിച്ചെഴുതണം. അപ്പോൾ നോക്കൂ, 10 ഇൻറ്റു 10 100ആണ്. അപ്പോൾ നേരെ താഴെയുള്ള ആ കള്ളിയിൽ 10 ഇൻറ്റു 10 100 എന്ന് എഴുതുക. പിന്നെ ആ 8ൻ്റെ താഴെയുള്ള കള്ളിയിൽ ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് 10 ആണ് അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 8 അപ്പോൾ എത്രയാണ് 80 എന്ന് കൊടുക്കുക. ഇനിയോ പിന്നെ 10ൻ്റെ താഴേക്ക് ഏറ്റവും അടിയിലുള്ളതിൽ 2ആണ്. അപ്പോൾ 10 ഇൻറ്റു 2 20 എന്ന് കൊടുക്കുക. 10 ഇൻറ്റു പിന്നെ 8 എത്രയല്ല 2 ഇൻറ്റു 8 എത്രയാണ് 16 എന്നും കൊടുക്കുക. 2 8 16. അപ്പോൾ ആ കള്ളിയിൽ 16 എന്നും കൊടുക്കുക. അപ്പോൾ 100 80 20 16 അങ്ങനെ കിട്ടിയില്ലേ. ഇനി നമുക്കത് 4ഉം കൂടെ കൂട്ടിയാൽ മതി. എത്രയാണ് 100ഉം 20ഉം 80ഉം 16ഉം കൂടെ കൂട്ടുക. 100 20ഉം 120, 120ക്ക് 80ഉം കൂടെ കൂട്ടിയാൽ 200, 200ഉം 16ഉം കൂടെ കൂട്ടിയാൽ 216 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ചെയ്തതിനെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ട് ചെയ്യാം. അതായത് പിന്നെ ആദ്യത്തെ കള്ളിയിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ 10 ഇൻറ്റു 10 100 കൊടുക്കുക. പിന്നെ 10ഉം 8ഉം 10 ഇൻറ്റു 8 80, 10 ഇൻറ്റു 2 20, 2 ഇൻറ്റു 8 16. അങ്ങനെ 4 കള്ളിയിലും കൊടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കള്ളിയും കൂടെ വരയ്ക്കുക. എന്നിട്ട് അതിൽ 100ഉം 80ഉം കൂടിയും കൂട്ടിയിട്ട് 180 എന്നും 20ഉം 16ഉം കൂടിയും കൂട്ടിയിട്ട് 36 എന്നും എഴുതുക. എന്നിട്ട് 180ഉം 36ഉം കൂടിയും കൂട്ടിയിട്ട് താഴെ 216 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തായി ആൻസർ കിട്ടിയില്ലേ. അതായത് 18 ഇൻറ്റു 12 എന്ന് പറയുന്നത് 216 നമുക്ക് ആൻസർ കിട്ടും. ഇനി കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്, അത് ഇതേപോലെ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 13 ഇൻറ്റു 15 കാണേണ്ടത്. 13 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം 10ഉം 3ഉം ആക്കിയിട്ട് എഴുതാം അല്ലേ. അതുപോലെ 15നോ 10ഉം 5ഉം ആക്കിയിട്ടും എഴുതാം. അപ്പോൾ നമ്മളിങ്ങനെ കള്ളി വരച്ചിട്ട് 10ന് ഒരു കള്ളി 3 പിന്നെ താഴേക്ക് 10ഉം 5ഉം ആയിട്ട് അങ്ങനെ എഴുതി. ചിത്രത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, 10 എന്നുള്ളതിൻ്റെ നേരെ താഴെയുള്ള ആ കള്ളിയില്ലേ 10 താഴേക്കും 10 പിന്നെ വലത്തേക്കും. അപ്പോൾ ആ ഒരു കള്ളിയിൽ എന്ത് എഴുതണം 10 ഇൻറ്റു 10 എത്രയാണെന്ന് എഴുതണം. അപ്പോൾ എത്രയാണ് 10 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ 100ആണ്. അപ്പോൾ നമുക്കത് അവിടെ ചേർക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിൽ എത്രയാണ് 10 ഇൻറ്റു 3 കാണേണ്ടത് അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 3 30 എന്ന് എഴുതി കൊടുക്കാം. ഇനി താഴെ 100 എന്ന് എഴുതിയ കള്ളീൻ്റെ താഴെയുള്ള കള്ളിയിൽ 10 ഇൻറ്റു 5 എത്രയാണെന്നാണ് ചേർക്കേണ്ടത്. അപ്പോൾ 10 ഇൻറ്റു 5 എത്രയാണ് 50ആണ്. അപ്പോൾ നമുക്കത് അവിടെ ചേർക്കാം. ഇനി അടുത്ത കള്ളിയിൽ 5 ഇൻറ്റു 3 എത്രയാണെന്നാണ് ചേർക്കേണ്ടത്. 5 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ നമുക്ക് ആ കള്ളിയിൽ 15 എന്ന് എഴുതാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 100ഉം 30ഉം കൂടെ കൂട്ടിയിട്ട് തൊട്ടടുത്തൊരു കള്ളി വരച്ചിട്ടുണ്ടല്ലോ അതിലെഴുതണം. 100ഉം 30ഉം കൂടി എത്രയാണ് 130ആണ്. അപ്പോൾ നമ്മൾ ആ കള്ളിയിൽ 130 എന്ന് കൊടുക്കുക. ഇനി അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ 50ഉം 15ഉം കൂടെ കൂട്ടിയിട്ട് 65 എന്ന് എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് 130ഉം 65ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ അതായിരിക്കും 13 ഇൻറ്റു 15 എന്നുള്ളതിൻ്റെ ഗുണനഫലം. അപ്പോൾ 130ഉം 65ഉം കൂടി കൂട്ടിയാൽ എത്രയാണ് 195 അല്ലേ. അപ്പോൾ 195 എന്നാണ് 13 ഇൻറ്റു 15 എന്നുള്ളതിൻ്റെ ഗുണനഫലമായിട്ട് നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് നോക്കൂ, 17 ഇൻറ്റു 16 ചെയ്യേണ്ടത്. 17 എന്നുള്ളതിനെ നമുക്ക് 10 + 7 എന്നുള്ള രീതിയിൽ എഴുതാം അല്ലേ. അപ്പോൾ ഒരു കള്ളിയിൽ 10 കൊടുക്കുക, ഒരു കള്ളിയിൽ 7 കൊടുക്കുക. 16 എന്നുള്ളതിനെയോ 10 + 6 എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ താഴേക്കുള്ളതിൽ 10ഉം 6ഉം കൊടുക്കാം. ഇനി നമുക്ക് വരിയും നിരയും കൂടെ ഗുണിച്ചിട്ട് ഓരോ കള്ളിയിലും ഫില്ല് ചെയ്യണം അല്ലേ. ആദ്യം 10ഉം 10ഉം കൂടെ ഗുണിക്കുക, എന്നിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള കള്ളിയിൽ അത് എഴുതുക. 10ഉം 10ഉം കൂടെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത് 100 എന്ന് കിട്ടും. അപ്പോൾ അത് ആദ്യം എഴുതാം. ഇനി അടുത്ത കള്ളിയിലോ 10ഉം 7ഉം ആണല്ലേ ഗുണിച്ചെഴുതേണ്ടത്. 10 ഇൻറ്റു 7 70 എന്ന് ചേർക്കാം. ഇനി താഴത്തെ കള്ളിയിൽ 10 ഇൻറ്റു 6 60 അല്ലേ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിലോ 6 ഇൻറ്റു 7 ചേർക്കേണ്ടത്. 6 ഗുണിക്കണം 7 ആ കള്ളിയിൽ കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ് 42 അല്ലേ. അപ്പോൾ 42 എന്നും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ അടുത്ത 2 കള്ളി വരച്ചിട്ടില്ലേ, അതിലെന്താ ചെയ്യേണ്ടത് 100ഉം 70ഉം കൂടെ കൂട്ടിയിട്ട് 170 എന്നും 60ഉം 42ഉം കൂടെ കൂട്ടിയിട്ട് 102 എന്നും എഴുതി കൊടുക്കുക അല്ലേ. 60 42 കൂടി കൂട്ടുമ്പോൾ 102. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 170ഉം ആ 102ഉം കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് 272 എന്ന് ആൻസർ കിട്ടും അല്ലേ.
ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 18 × 19 കാണേണ്ടത് അല്ലേ. 18 എന്നുള്ളതിനെ നമ്മൾ 10ഉം 8ഉം ആക്കി, 19 എന്നുള്ളതിനെ 10ഉം 9ഉം ആക്കി. എന്നിട്ട് ആ കള്ളി വരച്ചിട്ട് അതിൽ 10 × 10 100ഉം 10 × 8 80 എഴുതി. താഴെ 10 × 9 90, 10 × 8 72 എന്നും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? അടുത്ത നമ്മളെ കള്ളിയിൽ 100ഉം 80ഉം കൂടെ കൂട്ടിയിട്ട് 180 എന്ന് എഴുതി. 90ഉം 72ഉം കൂടിയും കൂട്ടിയിട്ട് അതിൻ്റെ നേരെ 162 എന്നും എഴുതി. ഇപ്പോൾ 180ഉം 162ഉം കിട്ടിയിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടെ കൂട്ടി താഴെ എഴുതുക. 180ഉം 162ഉം കൂടി കൂട്ടിയാൽ എത്രയാണ്? 100 100 200, 80 62, 142. അങ്ങനെ 342 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? 342 ആണ്. 18 × 19 എന്ന് പറഞ്ഞാൽ 342 ആണ്. ഇനി നോക്കൂ, 14 × 18 കാണേണ്ടത് അല്ലേ. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് 14 എന്നുള്ളതിനെ 10ഉം 4ഉം ആക്കി, 18 എന്നുള്ളതിനെ 10ഉം 8ഉം ആക്കി. എന്നിട്ട് കള്ളിൻ്റെ പുറത്ത് അങ്ങനെ എഴുതി വെച്ചു. ഇനി 10 × 10 100, 10 × 4 40, താഴെ 10 × 8 80, 4 × 8 32 എന്നും എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? 100ഉം 40ഉം കൂടെ കൂട്ടുക. എന്നിട്ട് അടുത്ത കള്ളിയിൽ 140 എഴുതുക. 80ഉം 32ഉം കൂടി കൂട്ടുക. 80ഉം 32ഉം എത്രയാണ്? 112 ആണ് അല്ലേ. 80ഉം 32 112. അപ്പോൾ അതും എഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യുക? 140ഉം 112ഉം ഇല്ല, രണ്ടാമത്തെ കള്ളിയിൽ എഴുതിയിട്ടുള്ള 140ഉം 112ഉം കൂടെ കൂട്ടിയിട്ട് താഴെ 252 എന്ന് കിട്ടും. 140 112, 100 100 200, 40ഉം 12ഉം 52, അങ്ങനെ 252 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് 14 × 18 എന്ന് പറഞ്ഞാൽ 252 ആണ് എന്ന് സാരം. ഇനി അടുത്ത ദിവസം നോക്കൂ. 15 × 15 15 എന്നുള്ളതിനെ നമുക്ക് 10ഉം 5ഉം ആക്കിയിട്ട് മാറ്റാം. അടുത്ത 15നെയും 10ഉം 5ഉം ആക്കിയിട്ട് എഴുതി. അപ്പോൾ അത് 10 5 5 നമ്മൾ ആ കള്ളിൻ്റെ പുറത്താക്കിയിട്ട് എഴുതി. ഇനി നമ്മൾ ആ 10 × 10 ഗുണിച്ചിട്ട് ആ കള്ളിയിൽ എഴുതുക. അപ്പോൾ 100. പിന്നെ 10 × 5 ഗുണിച്ചിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള കള്ളിയിൽ 50 എന്ന് എഴുതുക. വീണ്ടും 10 × 5 ഗുണിക്കുമ്പോൾ 50. പിന്നെ 5 × 5 ഗുണിച്ച് കണ്ടാണ് ഏറ്റവും അവസാനത്തെ കള്ളിയിൽ. അപ്പോൾ എത്ര കിട്ടുക? 25 എന്നും കിട്ടി. ഇനി നമ്മൾ രണ്ടാമതൊരു കള്ളി വരച്ചിട്ടുണ്ടല്ലോ. ആ കള്ളിയിൽ 100ഉം 50ഉം കൂടെ കൂട്ടിയിട്ട് 150 എന്ന് എഴുതണം. അതുപോലെ 50ഉം 25ഉം കൂടെ കൂട്ടിയിട്ട് എത്ര കിട്ടുക? 75 എന്നും എഴുതി. ഇനി 150ഉം 75ഉം കൂടെ കൂട്ടണം. രണ്ടാമത്തെ കള്ളിയിലുള്ള 150ഉം 75ഉം കൂടെ കൂട്ടണം. അപ്പോൾ എത്ര കിട്ടുക? 225 എന്ന് കിട്ടും. അപ്പോൾ അതാണ് 15 × 15 എന്നുള്ളതിൻ്റെ ആൻസർ. അപ്പോൾ ഇതുവരെ ചെയ്തത് നമ്മൾ 20ന് താഴെയുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതാണ് അല്ലേ. ഇനി 20ന് മേലെയുള്ള സംഖ്യകളും അങ്ങനെ തന്നെ ഗുണിക്കാൻ പറ്റും. നോക്കൂ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. 24 × 17 എന്നുള്ളതിന് 20ഉം 4ഉം കൊടുത്തു, അതുപോലെ 10ഉം 7ഉം കൊടുത്തു. എന്നിട്ട് അവ തമ്മിൽ ഗുണിച്ചെഴുതിയിട്ട് താഴെ ലാസ്റ്റ് അത് കൂട്ടി എഴുതുമ്പോൾ എന്ത് കിട്ടും? അതിൻ്റെ ഗുണനഫലം കിട്ടും. ഇനി നോക്കൂ, അതിലേറെ കുറച്ചുകൂടെ വലുത്. അതായത് 35 × 29 എങ്ങനെയാണ് ഗുണിച്ചിട്ടുള്ളത്? 35 എന്നുള്ളതിനെ 30ഉം 5ഉം കൊടുത്തു, 29 എന്നുള്ളതിനെ 20ഉം 9ഉം കൊടുത്തു. എന്നിട്ട് 30 × 20 കാണാം. 30 × 20 കാണാൻ 3 × 2 കണ്ടുകൊണ്ട് 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 3 6 ആണ്. 6 കഴിഞ്ഞിട്ട് 2 0 അല്ലേ. 30ലുള്ള 0 20ലുള്ള 0 അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 6 ഇട്ടിട്ട് 2 0, അപ്പോൾ 600 എന്ന് കിട്ടി. ഇനിയോ 20 × 5. 20 × 5 കാണാൻ എന്ത് ചെയ്താൽ മതി? 2 × 5 കണ്ടിട്ട് ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 × 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ 100 എന്ന് കിട്ടും. ഇനിയോ 30 × 9 കാണാം. 30 × 9 കാണാൻ 3 × 9 കാണാം 27. എന്നിട്ട് 30ലുള്ള ആ ഒരു 0 അല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 270 എന്ന് കിട്ടും. ഇനി 9 × 5 നമുക്കറിയാം. 9 × 5 എന്ന് പറഞ്ഞാൽ 45 ആണ് അല്ലേ. അത് എഴുതാം. ഇനി നമ്മൾ 600ഉം 100ഉം കൂട്ടിയിട്ട് എഴുതുക. അപ്പോൾ എത്രയാ? 700 എന്നാണ് അടുത്ത കള്ളിയിൽ എഴുതിയത്. ഇനി 270ഉം 45ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ. അപ്പോൾ 270 45ഉം കൂടെ കൂട്ടുമ്പോൾ എത്രയാണ്? 315 ആണ്. അപ്പോൾ 315 എന്നും എഴുതാം. ഇനി 700ഉം 315ഉം കൂടിയും കൂട്ടിയിട്ട് താഴെ എഴുതണം. 700ഉം 315ഉം കൂടിയും കൂട്ടുമ്പോൾ എത്രയാണ്? 700ഉം 300ഉം 1000 1000 15ഉം 1015 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ 35 × 29 എന്ന് പറഞ്ഞാൽ 1015 ആണ്. നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ. ഇനി കുറച്ചുകൂടെ വലിയ സംഖ്യയാണെങ്കിലോ, അതായത് 345, 100ൻ്റെ മേലുള്ള സംഖ്യയാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യണേ നോക്കാം. അപ്പോൾ 345 ഗുണിക്കണം 26 ആണെങ്കിൽ 345 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 300ഉം 40ഉം 5ഉം ആക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോഴേ 340. പിന്നെ നമ്മൾ കൂടുതൽ കള്ളി വരയ്ക്കണം. അപ്പോൾ 300ഉം 40ഉം 5ഉം ആക്കിയിട്ട് ഒരു ഭാഗത്തും, താഴേക്കോ 26 എന്നുള്ളതിനെ 20ഉം 6ഉം ആക്കിയിട്ട് ഒരു കള്ളിയിലും കൊടുക്കുക. എന്നിട്ട് അവയൊക്കെ ഗുണിച്ചെഴുതിയിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടി കൂട്ടി എഴുതുകയാണ് വേണ്ടത്. അത് ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അത് മനസ്സിലാവും. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കുറേ കണക്കുകളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം.
ആദ്യം കുറച്ച് സംഖ്യ തന്നിട്ട് അതിൻ്റെ ഗുണനഫലങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ഗുണിച്ചിട്ടല്ല ചെയ്യേണ്ടത്, ഇതുപോലെ കള്ളി വരച്ചിട്ട് ചെയ്യണം. അപ്പോൾ നമുക്കതങ്ങനെ കള്ളി വരച്ച് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 12 × 34 12 × 34 12ന് നമുക്ക് 10 2 എന്ന് കൊടുക്കാം അല്ലേ. 10ഉം 2ഉം അല്ലേ 12. അപ്പോൾ 10 2 എന്ന് കൊടുത്തു. 34നോ 30 എന്നും 4 എന്നും കൊടുത്തു. അത് നമ്മൾ ആ കള്ളിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ അതൊക്കെ ഗുണിച്ചിട്ട് ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതണം. അതായത് 10നെയും 30നെയും ഗുണിച്ചിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ആ കള്ളിയിൽ. അപ്പോൾ 10 × 30 എത്രയാണ്? 300 അല്ലേ. 30 × 10 എന്ന് കാണാൻ എന്ത് ചെയ്താൽ മതി? 1 × 3 കണ്ടിട്ട് ആ 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 300 ഇനി ആ 2ൻ്റെ താഴെയുള്ള കള്ളിയിൽ 2 × അതിൻ്റെ പുറത്ത് കൂടെ ഉള്ളത് 30 അല്ലേ. 2 × 30 എത്രയാണ്? 2 × 30 കാണാൻ 2 × 3 കാണാം. 2 3 6 എന്നിട്ട് അതിലൊരു 0 അല്ലേ ഉള്ളത്. ആ 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 60 എന്നാണ് കിട്ടുക. 2 × 30 എന്ന് പറഞ്ഞാൽ 60. അപ്പോൾ നമ്മൾ അത് എഴുതാം. ഇനി അടുത്ത കള്ളിയിൽ താഴെയുള്ള കള്ളിയിൽ 10 × 4 എഴുതേണ്ടത്. 10 × 4 എന്ന് പറയുമ്പോൾ 40. അതുപോലെ പിന്നെ 2 × 4 അടുത്ത കള്ളിയിൽ എഴുതുക. അപ്പോൾ അത് 8 അല്ലേ. 2 4 8. അപ്പോൾ അതും എഴുതുക. ഇനി നമ്മൾ അപ്പുറത്ത് വരച്ചിട്ടുള്ള കള്ളിയിൽ 300ഉം 60ഉം കൂടി കൂട്ടി എഴുതുക വേണ്ടത്. അപ്പോൾ 300ഉം 60ഉം എത്രയാണ്? 360. അതുപോലെ 40ഉം 8ഉം കൂടെ കൂട്ടിയിട്ട് 48 എന്ന് എഴുതാം. ഇനി 360ഉം 48ഉം കൂടെ കൂട്ടിയിട്ട് താഴെ എഴുതണം. 360ഉം 48ഉം കൂട്ടിയാൽ എത്രയാണ്? 360ഉം 40ഉം കൂട്ടിയാൽ എത്രയാണ്? 400 അല്ലേ. 60ക്ക് 40 കൂട്ടിയാൽ 100 അല്ലേ. അപ്പോൾ 360ക്ക് 40 കൂട്ടിയാൽ 400. 400 8ഉം 408 എന്ന് എഴുതാം. അപ്പോൾ 12 × 34 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 408. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 23 × 45 കാണേണ്ടത് അല്ലേ. അപ്പോൾ 20 എന്നുള്ളതിനെ 23 എന്നുള്ളതിനെ നമ്മൾ 20ഉം 3ഉം ആക്കിയിട്ട് കൊടുക്കാം. 45 എന്നുള്ളതിനെ 40ഉം 5ഉം ആക്കിയിട്ട് കൊടുക്കാം അല്ലേ. 40 5 അല്ല 45. അങ്ങനെ നമ്മൾ ആ കള്ളിൻ്റെ പുറത്ത് അത് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിൽ അത് ഗുണിച്ചെഴുതുകയാണ് വേണ്ടത്. അപ്പോൾ 40 × 20 അതിൻ്റെ തൊട്ട് താഴെയുള്ള കള്ളിയിൽ എഴുതേണ്ടത്. 40 × 20 എത്രയാണ്? 4 × 2 എഴുതുക അല്ലേ. 2 × 4 എന്ന് പറഞ്ഞാൽ 8. എന്നിട്ട് 2ൽ ഓരോ 0 അല്ലേ. 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 800 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ 40 × 20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800. ഇനി 40 × 3 40 × 3 കാണാൻ ഇതേപോലെ തന്നെ 4 × 3 കാണുക. അപ്പോൾ 12. അതിലൊരു 0 ഉള്ളത്. ആ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 120 എന്ന് കിട്ടും. ഇനി താഴെയുള്ള കള്ളിയിൽ 20 × 5 എഴുതേണ്ടത്. 20 × 5 എത്രയാണ്? 2 × 5 എന്ന് പറഞ്ഞാൽ 10. അതിലൊരു 0 കൂടെ ഉണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 100 എന്ന് എഴുതാൻ പറ്റും. ഇനി 5 × 3 5 3 15. അതും കൂടി എഴുതിയില്ലേ. അപ്പോൾ ആ കള്ളി ഫുള്ളായി. ഇനി നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കള്ളിയിൽ എന്താ ചെയ്യേണ്ടത്? ഇത് കൂട്ടി എഴുതാൻ വേണ്ടത്. അതായത് 800ഉം 120ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ നേരെ എഴുതുക. 800ഉം 120ഉം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 800ഉം 100ഉം 900. 900 20ഉം 920. അപ്പോൾ അതിൽ 920 എന്ന് എഴുതി. ഇനി താഴെയുള്ള കള്ളിയിലോ 100ഉം 15ഉം കൂടെ കൂട്ടിയിട്ടാണ് എഴുതേണ്ടത്. 100ഉം 15ഉം 115. ഇനി ഏറ്റവും താഴെ 920ഉം 115ഉം കൂടിയും കൂട്ടി എഴുതണം. അപ്പോൾ 920ഉം 115ഉം കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 1035 എന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 1035. അപ്പോൾ 23 × 45 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 1035. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 75 × 75 എന്നാണ് അല്ലേ. അപ്പോൾ 75നെ നമ്മൾ 70 5 എന്ന് കൊടുത്തു. 70 + 5 അല്ലേ. അപ്പോൾ 70ഉം 5ഉം കൊടുത്തു. പിന്നെ താഴേക്കുള്ള 75ലും അതുപോലെ 70 5 എന്ന് കൊടുത്തു. ഇനി ആ കള്ളിൻ്റെ ഉള്ളിൽ അത് ഗുണിച്ചെഴുതാൻ വേണ്ടത്. 70 × 70 എത്രയാണ്? 7 × 7 എന്ന് പറഞ്ഞാൽ 49. എന്നിട്ട് 2ൽ ഓരോ 0 ഉണ്ട്. ആ 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 49 ഇട്ടിട്ട് 2 0. അപ്പോൾ 4900 എന്ന് കിട്ടും അല്ലേ. ഇനിയോ പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള കള്ളിയിൽ 5 × 70 5 × 70 എത്രയാണ്? 5 × 7 നോക്കുക. അപ്പോൾ 35. പിന്നെ ഒരു 0 ഉള്ളത്. ആ ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണ്? 350 എന്ന് കിട്ടും. ഇനി താഴത്തെ കള്ളിയിൽ 70 × 5 അതിൽ വരേണ്ടത്. അപ്പോൾ 70 × 5 ഉള്ളതിൽ നമ്മൾ കണ്ടു 350 അത് എഴുതി. ഇനിയോ 5 × 5 ഏറ്റവും അവസാനത്തെ കള്ളിയിൽ വരുന്നത്. 5 × 5 എന്ന് പറഞ്ഞാൽ 25. ഇനി നമ്മൾ പിന്നെ വരച്ച കള്ളിയിൽ, അതായത് അതിൻ്റെ അപ്പുറത്ത് വരച്ച കള്ളിയിൽ ഇതൊക്കെ കൂട്ടി എഴുതാൻ വേണ്ടത്. അതായത് 4900
350. 4900ക്ക് 100 കൂട്ടുമ്പോൾ 5000 ആവും, ബാക്കി 250 കൂടി ഉണ്ടാവും. അപ്പോൾ 5250 എന്ന് ആൻസർ എഴുതാൻ പറ്റൂലേ. 4900 350 കൂടി കൂട്ടിയാൽ 5250 ആണ്. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് അങ്ങനെ കഴിയണില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ 5250 എന്ന് കിട്ടും. ഇനിയോ 350ഉം 25ഉം എത്രയാണ്? 50 25ഉം 75 ആണല്ലേ. അപ്പോൾ 375 എന്ന് കിട്ടി. ഇനി 5250, അതായത് രണ്ടാമത്തെ കള്ളിയിലുള്ള 5250ഉം 375ഉം കൂടി കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5250ക്ക് 375 കൂട്ടുമ്പോൾ 5625 എന്ന് കിട്ടും. അപ്പോൾ 75 ഗുണിക്കണം 75 എന്നുള്ളതിൻ്റെ ആൻസർ എന്താണ്? 5625 എന്നാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അത് 123 ഗുണിക്കണം 45 എന്നാണ് അല്ലേ. അപ്പം 123 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 100 + 20 + 3 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ 123 അല്ലേ. അപ്പോൾ നമ്മളതിനെ 3 കള്ളിയായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കള്ളിൻ്റെ മുകളിൽ 100 എന്ന് കൊടുക്കുക, മറ്റേൻ്റെ മുകളിൽ 20 എന്ന് കൊടുക്കുക, മറ്റേൻ്റെ മുകളിൽ 3 എന്ന് കൊടുക്കുക. അപ്പോൾ 123 ആയി. ഇനി 45നെ എങ്ങനെ എഴുതാം? 40 + 5 എന്ന് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ആ കള്ളിൻ്റെ താഴേക്ക് 40 5 അങ്ങനെ കൊടുക്കാം. ഇനി അത് ഗുണിച്ചെഴുതണം അല്ലേ. 100ഉം 40ഉം ഗുണിച്ചെഴുതുക, പിന്നെ 20ഉം 40ഉം ഗുണിച്ചെഴുതുക, പിന്നെ 3ഉം 40ഉം ഗുണിച്ച് അടുത്ത കള്ളിയിലും എഴുതുക. താഴെയോ 100ഉം 5ഉം ഗുണിച്ചെഴുതുക, അതിൻ്റെ അപ്പുറത്ത് 20ഉം 5ഉം ഗുണിച്ചെഴുതുക, അതിൻ്റെ അപ്പുറത്ത് 3ഉം 5ഉം ഗുണിച്ചെഴുതുക. 100നെ 40 കൊണ്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാൽ 4 ഇട്ടിട്ട് 3 പൂജ്യം ഇട്ട് കൊടുത്താൽ മതിയല്ലേ. 1നെ 4 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് എത്ര പൂജ്യമാണോ അത്ര പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 4000 എന്ന് കിട്ടും. പിന്നെ 20നെ 40 കൊണ്ട് ഗുണിക്കുകയാണെങ്കിലോ 2നെ 4 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 8. എന്നിട്ട് പിന്നെ എത്ര പൂജ്യം ഉണ്ട്? 40 പൂജ്യമുണ്ട്, 20 പൂജ്യമുണ്ട്. അപ്പം അങ്ങനെ ആ 2 പൂജ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ 800 എന്ന് കിട്ടും. ഇനി 3നെ 40 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 3 × 4 12. പൂജ്യം എത്ര ഉള്ളത്? ഒരു പൂജ്യം അല്ലേ. അപ്പോൾ 120 എന്ന് എഴുതാൻ പറ്റും. ഇനി താഴത്തെ കള്ളിയിൽ 100 × 5 അല്ലേ. അപ്പോൾ എത്രയാണ്? 1 × 5 ചെയ്യുക, എന്നിട്ട് പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 × 5 5, പിന്നെ 2 പൂജ്യം ഇട്ട് കൊടുത്താൽ 500 എന്ന് കിട്ടും. 20 × 5 ആണെങ്കിലോ 2നെ 5 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ഒരു പൂജ്യം ഉള്ളത് ആ ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുക്കുക. 2 5 10 ആണ്, ഒരു പൂജ്യം കൂടി ഇടുമ്പോൾ 100 ആയി. പിന്നെ 3 × 5 എത്രയാണ്? 15 അല്ലേ. അപ്പോൾ നമുക്ക് ഗുണിക്കാനുള്ളത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 4000ഉം 800ഉം 120ഉം കൂടെയും കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. അതുപോലെ 500ഉം 100ഉം 15ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ നേരെയുള്ള കള്ളിയിലും എഴുതണം. 4000ഉം 800ഉം കൂടി കൂട്ടിയാൽ 4800, അതിപ്പോൾ 120ഉം കൂടി കൂട്ടിയാൽ 4920 എന്ന് എഴുതാം അല്ലേ. ഇനി അടുത്ത കള്ളിയിൽ 500ഉം 100ഉം 600, 600ഉം 15ഉം 615 എന്ന് എഴുതാം. ഇനി നോക്കൂ, ഇനി എന്താ ചെയ്യേണ്ടത്? 4920ഉം 615ഉം കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുക? അപ്പോൾ അത് രണ്ടും കൂടിയും കൂട്ടിയാൽ എത്രയാണ്? 4900ഉം 600ഉം കൂട്ടിയാൽ എത്രയാണ്? 5500 ആണ്. 20ഉം 15ഉം കൂട്ടിയാൽ 35 ആണ്. അപ്പോൾ 5535 എന്ന് കിട്ടും അല്ലേ. 123നെ 45 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 5535 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 320 × 78 അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ്? 320 എന്നുള്ളതിനെ 300ഉം 20ഉം ആക്കിയിട്ട് എഴുതുക, 78നെ 70ഉം 8ഉം ആക്കിയിട്ട് എഴുതുക. എന്നിട്ട് 300നെ 70 കൊണ്ട് ഗുണിക്കുക, അതിൻ്റെ നേരെയുള്ള കള്ളിയിൽ എഴുതുക. എന്താണ്? 21000. പിന്നെ 20നെ 70 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 1400 കിട്ടും. പിന്നെ 300നെ 8 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 2400 കിട്ടും. 20നെ 8 കൊണ്ട് ഗുണിക്കുമ്പോൾ 160 കിട്ടും. ഇനി അതൊക്കെ കൂട്ടിയിട്ട് അപ്പുറത്തെ കള്ളിയിൽ എഴുതണം. അതായത് 21000നെയും 1400നെയും കൂടിയും കൂട്ടുക. 21000ഉം 1400 എത്ര? 22400. അതുപോലെ 2400ഉം 160 എത്രയാണ്? 2400ക്ക് 160 കൂട്ടുമ്പോൾ 2560 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 22400ഉം 2560ഉം കൂടെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടുക? 24960 എന്ന് കിട്ടും. അപ്പോൾ 320നെ 78 കൊണ്ട് ഗുണിക്കുമ്പോൾ 24960 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 36 × 15 എന്ന് പറഞ്ഞത് 540 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 36 × 16 ആണ് അല്ലേ. 36 × 15 എന്ന് പറഞ്ഞാൽ 540 അങ്ങനെയാണെങ്കിൽ 36 × 16 കാണാൻ എന്ത് ചെയ്താൽ മതി? 36നെ 15 പ്രാവശ്യം ഗുണിച്ചപ്പോൾ, അതായത് 15 പ്രാവശ്യം കൂട്ടിയപ്പോൾ 540 കിട്ടി. അപ്പോൾ 16 പ്രാവശ്യം കൂട്ടുമ്പോൾ എന്തായിരിക്കും? അതിക്ക് ഒരു 36ഉം കൂടെ കൂട്ടിയാൽ മതി അല്ലേ. ഈ 540ക്ക് ഒരു 36ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? 36 ×
16 കിട്ടും. അപ്പോൾ എത്രയാണ് 540ക്ക് ഒരു 36 കൂട്ടിക്കാണ്ട് എത്രയാണെന്ന് പറയൂ. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റില്ലേ? എത്രയാണ് 40ക്ക് 36 കൂട്ടിയാൽ എത്രയാണെന്ന് നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 76ആണ്. 40 30 70 76ആണ്. അപ്പോൾ 576ആണ് ഒന്നാമത്തേൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 37 × 15 എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 36 15 540 അങ്ങനെയാണെങ്കിൽ 37 15 എത്രയായിരിക്കും? ഒരു 15 കൂടി കൂട്ടുക അല്ലേ? 540ക്ക് ഒരു 15 കൂടിയും കൂട്ടുക. അതാണ് 37 15 എന്ന് പറയുന്നത്. അപ്പോൾ 540ക്ക് 15 കൂട്ടുമ്പോൾ എത്രയാണ്? 40ക്ക് 15 കൂട്ടുമ്പോൾ 55. അപ്പോൾ 555 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 36 × 14 ചോദിച്ചിട്ടുള്ളത് അല്ലേ? 15 36 540 ആണെങ്കിൽ 14 36 എത്രയായിരിക്കും? 540ന്ന് ഒരു 36 കുറച്ചാൽ മതി. 540ന്ന് 36 കുറക്കുമ്പോൾ എത്രയാണ്? 504 എന്ന് കിട്ടും അല്ലേ? 40ന്ന് 36 കുറച്ചാൽ ബാക്കി 4 അല്ലേ ഉണ്ടാവുക. അപ്പോൾ 504 എന്ന് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 35 × 15 പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ 36 × 15 540. അപ്പോൾ 35 × 15 എത്രയായിരിക്കും? 15 36 ആണ് 540. സോറി 36 15 ആണ് 540. അങ്ങനെയാണെങ്കിൽ 35 15 എത്രയായിരിക്കും? അതിൽ നിന്ന് ഒരു 15 കുറച്ചാൽ മതി അല്ലേ? 36 15 എന്ന് പറയുന്നത് 540. അപ്പോൾ 35 15 പറയുമ്പോൾ ഒരു 15 ഇങ്ങോട്ട് കുറക്കണം. 540ന്ന് ഒരു 15 കുറക്കണം. 540ന്ന് ഒരു 15 കുറക്കുമ്പോൾ എത്രയാണ്? 540ന്ന് 10 കുറക്കുമ്പോൾ 530 5 കൂടി കുറക്കുമ്പോൾ എത്രയായി? 525 എന്ന് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ? ഒക്കെ മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റണില്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടി. എന്നിട്ട് അതിൽ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? പിന്നെ അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ? അങ്ങനെ 2 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അത് കാണുക? അതിൻ്റെ അടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും എന്ന് അറിയണമെങ്കിൽ 1360ക്ക് ഒരു 16 കൂടെ കൂട്ടിയാൽ മതി അല്ലേ? അപ്പോൾ എത്ര കിട്ടുക? 1360ക്ക് 16 കൂട്ടുമ്പോൾ 1376 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അതിന് മുമ്പിലത്തെ സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1360ന്ന് 16 കുറക്കുകയാണ് വേണ്ടത് അല്ലേ? പിന്നെ ഒരു സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചപ്പോൾ 1360 കിട്ടിയെന്ന് പറഞ്ഞു. അതിൻ്റെ മുമ്പിലത്തെ സംഖ്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു 16 കുറവായിരിക്കും. അപ്പോൾ എന്താ നമ്മൾ എങ്ങനെ എഴുതുക? 1360ന്ന് 16 കുറച്ചത്. അപ്പോൾ എത്രയായിരിക്കും? 1360ന്ന് 10 കുറച്ചാൽ 1350, 6 കൂടെ കുറച്ചാൽ എത്രയാണ്? 1344 എന്ന് കിട്ടും. ഇനി ടെക്സ്റ്റ് ബുക്കിലുള്ള ബാക്കി ഭാഗം നോക്കൂ. 36 പൊട്ടുകൾ എങ്ങനെയെല്ലാം ചതുരമായി അടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? 36 പൊട്ടുകൾ അടുക്കി വെച്ചിട്ടുള്ളത് ചിത്രത്തിൽ കാണുന്നുണ്ട്. 1 2 വരിയായിട്ട്, 2 വരിയിലും ഓരോ വരിയിലും എത്ര വീതമുണ്ട്? 18 വീതമുണ്ട്. പിന്നെ അതിൻ്റെ താഴെ 3 വരിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വരിയിലും എത്ര എണ്ണം വീതമുള്ളത്? 12 വീതമാണുള്ളത്. അതിൻ്റെ താഴെ 4 വരിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഓരോ വരിയിലും 9 വീതമാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ 6 വരിയായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണം ഉള്ളത്? 6 എണ്ണം തന്നെയാണ് ഉള്ളത് അല്ലേ? ഓരോ വരിയിലും 6 വീതം എണ്ണം ഉള്ളത്. ഇനി വേണമെങ്കിൽ നമുക്കിതിനൊക്കെ തിരിച്ചും വെക്കാം അല്ലേ? 9 വരിയായിട്ട് എടുത്തിട്ട് അതിൽ ഓരോന്നിലും 4 എണ്ണം വരുന്ന രീതിയിൽ, അതുപോലെ പിന്നെ 18 വരിയായിട്ട് എടുത്തിട്ട് ഓരോന്നിലും 2 എണ്ണം വരുന്ന രീതിയിൽ അങ്ങനെയൊക്കെ കൊടുത്തൂടെ? പിന്നെ ഈ തന്ന തന്നെ തിരിച്ചും വെക്കാൻ പറ്റും. പക്ഷെ ഒന്ന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട്. ഏതാണ്? 6ഉം 6ഉം ഉള്ളത്. അതെന്താണ്? എങ്ങനെ വെച്ചാലും ആ ഒരു രീതിയിൽ തന്നെ വരുള്ളൂ. ഇപ്പോൾ 36 പൊട്ടുകളായതുകൊണ്ടാണ് ഇങ്ങനെ വെക്കാൻ പറ്റിയത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ, അതായത് സമചതുരായിട്ട്. ഇനി 36 അല്ലാത്ത വേറെ ഏതെങ്കിലും കൊണ്ട് നമുക്കിങ്ങനെ സമചതുരം ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഈ ചിത്രത്തിൽ നോക്കൂ. 25 പൊട്ടുകളാണുള്ളത് അല്ലേ? വരിയിലും നിരയിലും 5 വീതമാണുള്ളത്. ഇതും എന്ത് തന്നെയാണ്? ഒരു സമചതുരത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് കുറേ കൂടി സമചതുര സംഖ്യകൾ ഉണ്ടാക്കിക്കൂടെ? അങ്ങനെ പൊട്ടുകൾ സമചതുരമായിട്ട് വെക്കാൻ പറ്റിയത് 6ഉം 6ഉം വരിയും നിരയായിട്ട് വെക്കുമ്പോൾ 36 എണ്ണമാണ് ഉണ്ടാവുക. 5ഉം 5 ആകുമ്പോൾ 25 എണ്ണം. 4 വരി 4 നിരയാണെങ്കിലോ 16 എണ്ണമായിരിക്കും. 3 വരി 3 നിരയാണെങ്കിൽ 9 എണ്ണമായിരിക്കും. 2ഉം 2ഉം ആണെങ്കിലോ 4 ആയിരിക്കും. ഇതിനെ നമ്മൾ എന്താ പറയുക? സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ് സ്ക്വയർ നമ്പേഴ്സ് അഥവാ സമചതുര സംഖ്യകൾ എന്ന് പറഞ്ഞാൽ? ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിച്ച് കിട്ടുന്നവയാണ് സമചതുര സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലേ? ഇനി ഈ ചിത്രങ്ങൾ നോക്കൂ. ഇതിൽ എല്ലാം സമചതുര സംഖ്യകളാണല്ലേ? എല്ലാതും സമചതുരമായിട്ടുള്ളതാണ്. 1 4 എണ്ണം, അടുത്തതിൽ 9 എണ്ണം, പിന്നെ 16, പിന്നെ എത്രയാണ്? 25 അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ കള്ളീനെ അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏത് രീതിയിലാണ് നോക്കൂ. 4ന് നമ്മൾ 1 + 3 എന്ന് കൊടുത്തു അല്ലേ? അടുത്തതോ
1+3+5 അടുത്തതിൽ എങ്ങനെയാണ് 1+3+5 പിന്നെ എത്രയാ 7 അല്ലേ. പിന്നെ അടുത്ത ചിത്രത്തിൽ എങ്ങനെയാണ് 1+3+5+7+9 അതായത് ഒക്കെ ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത് അല്ലേ. അപ്പോൾ എന്താവുന്നുണ്ട്, ഒരു സമചതുര സംഖ്യ കിട്ടുന്നുണ്ട് അല്ലേ. ഇനി നോക്കൂ, അടുത്ത സമചതുര സംഖ്യ കിട്ടാൻ 25നോട് എന്ത് കൂട്ടണം? 11 കൂടെ കൂട്ടണം അല്ലേ. അപ്പോഴല്ലേ അടുത്ത സമചതുര സംഖ്യ കിട്ടുക. അപ്പോൾ 1 മുതൽ 11 വരെയുള്ളത് കൂട്ടുമ്പോഴാണ് 36 കിട്ടുന്നത്. 1 മുതൽ 11 വരെയുള്ള ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ കേട്ടോ, ഒറ്റ സംഖ്യകൾ 1 മുതൽ 11 വരെ കൂട്ടുമ്പോഴാണ് 25ൻ്റെ ശേഷമുള്ള 36 കിട്ടുന്നത്. അപ്പോൾ 1 മുതൽ 11 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 6 ഒറ്റ സംഖ്യകളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 6 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 36 കിട്ടുന്നത്. 6 × 6 ആണല്ലോ 36. അപ്പോൾ 6 ഒറ്റ സംഖ്യകൾ കൂട്ടും ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? 36 കിട്ടുന്നത് എന്ന് പറയാം. ഇനി അതിൽ ചോദിച്ചിട്ടുള്ളത് എന്താണ്? 1, 4, 9 എക്സെട്ര എന്നിങ്ങനെ തുടരുന്ന സമചതുര സംഖ്യകളിൽ എത്രാമത്തേതാണ് 36 എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതും എത്രാമത്തെ തന്നെയാണ്? 6ാമത്തെ തന്നെയാണ്. 1, 4, 9 പിന്നെ ഏതാണ്? 16, 25 പിന്നെ 36 അല്ലേ. അപ്പോൾ 6ാമത്തേതാണത്. അപ്പോൾ ഒറ്റ സംഖ്യകൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നതിൽ നോക്കൂ. 1, 3, 5, 7 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അവയുടെയൊക്കെ അതൊക്കെ കൂട്ടിയാൽ കിട്ടുന്ന ഒറ്റ സംഖ്യകൾ, അതായത് സമചതുര സംഖ്യകൾ താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1ൻ്റെ സ്ക്വയറാണ് 1, പിന്നെ അടുത്തത് 3 കൂട്ടുന്നത്, പക്ഷേ രണ്ടാമത്തതാണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4, പിന്നെ 5 കൂട്ടുന്നത്, അത് മൂന്നാമത്തതാണ്. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9, പിന്നെ 7 കൂട്ടുന്നത്, അത് എത്രാമത്തതാണ്? 1, 3, 5, 7 4ാമത്തത് അല്ലേ. അപ്പോൾ 4ൻ്റെ സ്ക്വയർ 16, 4 × 4 അല്ലേ 16 എന്ന് പറയുന്നത്. അങ്ങനെ തുടർന്ന് പോവുക ചെയ്യാം. ഇനി നോക്കൂ, കുറച്ച് കണക്കുകൾ തന്നിട്ടുണ്ട്. 11 × 11 111 × 111 കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയാണ്? 11 × 11 പറഞ്ഞാൽ 121, 111 × 111 1, 2, 3, 2, 1 അങ്ങനെയാണ് അത് എഴുതേണ്ടത്. അതായത് 12321. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1111 × 1111 എന്തായിരിക്കുമെന്ന് ഊഹിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പുള്ള ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 4 1 ആണല്ലേ, 1 1 1 1 ആണ്. അപ്പോൾ നമ്മൾ 4 വരെ എഴുതുക, 1 2 3 4 വരെ എഴുതുക, പിന്നെ താഴത്തേക്ക് 3 2 1 എന്ന് എഴുതുക. അതന്നെ അല്ലേ ഗുണിക്കുമ്പോൾ കിട്ടുന്നത്? നോക്കി നോക്കൂ. 1111 1111 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? ഈ സംഖ്യ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. അതായത് 12,34,321 എന്ന് കിട്ടും. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തുടർന്നുള്ള ഇത്തരം ഫലങ്ങൾ ക്രമമായി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ 4 വരെ എഴുതിയിട്ട് പിന്നെ താഴത്തേക്കാണ്. ഇനി അടുത്തതാകുമ്പോൾ 5 വരെ എഴുതുക, അതായത് 1 2 3 4 5, പിന്നെ താഴത്തേക്ക് 4 3 2 1 എന്ന് എഴുതുക. ഇനി അടുത്തത് എന്തായിരിക്കും? 6 വരെ അല്ലേ. 1 2 3 4 5 6 വരെ എഴുതുക, പിന്നെ താഴത്തേക്ക് 5 4 3 2 1 എന്ന് എഴുതുക. അങ്ങനെ തന്നെയാണ് ഇനി തുടർന്ന് എഴുതാനുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള കണക്ക് കൂട്ടലുകൾ നോക്കൂ. 1 + 3 4, പിന്നെ ആ 4ക്ക് അടുത്ത ഒറ്റസംഖ്യ ആയിട്ടുള്ള 3ൻ്റെ ശേഷമുള്ള ഒറ്റസംഖ്യ 5, 5 കൂട്ടുമ്പോൾ 9, പിന്നെ ആ 9ക്ക് 5 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 7, 7 കൂട്ടുമ്പോൾ 16. അതങ്ങനെ തുടർന്ന് ആ സമചതുര സംഖ്യകൾ കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 100 വരെയുള്ള സമചതുര സംഖ്യകൾ കണക്കാക്കണം. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. 16 വരെ നമ്മൾ എഴുതിയിരിക്കണില്ലേ. അപ്പോൾ അതിൻ്റെ താഴെ 16 + 9, 7 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 9, അപ്പോൾ 25 എന്ന് കിട്ടും. പിന്നെ ആ 25 + 9 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 11 11 കൂടി കൂട്ടുമ്പോൾ അടുത്ത എന്താണ് സമചതുര സംഖ്യ 36 എന്ന് കിട്ടും. പിന്നെ 36ക്ക് 11 കഴിഞ്ഞിട്ടുള്ള ഒറ്റസംഖ്യ 13 കൂട്ടിയാൽ 49 കിട്ടും. 49ക്ക് 13 കഴിഞ്ഞിട്ടുള്ള സംഖ്യ, അതായത് 15 കൂട്ടി കഴിഞ്ഞാൽ 64 കിട്ടും അല്ലേ. 64 എന്താണ്? ഒരു സമചതുര സംഖ്യയാണ്. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ളതൊക്കെ എന്താണ്? സമചതുര സംഖ്യയാണ് അല്ലേ, സ്ക്വയർ നമ്പേഴ്സാണ്. അപ്പോൾ 64ക്ക് 17 കൂട്ടുമ്പോൾ 81, 81ക്ക് 19 കൂട്ടുമ്പോൾ 100. ഇനി നോക്കൂ, നമുക്ക് കിട്ടിയ ആൻസറുകളെല്ലാം എന്താണ്? സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സാണ്. 2ൻ്റെ സ്ക്വയറാണ് 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെത് 36, 7ൻ്റെത് 49, 8ൻ്റെത് 64, 9ൻ്റെത് 81, 10 10 100 അല്ലേ. അപ്പോൾ ഇതെല്ലാം എന്താണ്? സ്ക്വയർ നമ്പേഴ്സാണ്. അതിനെല്ലാം നമ്മൾ എന്താണ് കൂട്ടിയത്? ഓരോ സ്ക്വയർ നമ്പേഴ്സിനും ഒറ്റ സംഖ്യകൾ, ഓരോ അടുത്തടുത്തുള്ള ഒറ്റ സംഖ്യകളാണ് നമ്മൾ കൂട്ടി വന്നത്. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. 1 3 5 എന്നിങ്ങനെയുള്ള ഒറ്റ സംഖ്യകൾ എത്ര എണ്ണം കൂട്ടിയാലാണ് 400 കിട്ടുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര എണ്ണം കൂട്ടിയാലാണ് കിട്ടുക? 400 എന്ന് പറയുന്നത് എന്തിൻ്റെ സ്ക്വയറാണ്? 20ൻ്റെ സ്ക്വയറാണ് അല്ലേ. നമുക്കറിയാം 20 × 20 ആണ് 400 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 20 എണ്ണായിരിക്കും ഒറ്റ സംഖ്യകൾ കൂട്ടിയിട്ടുണ്ടാവുക. 1 മുതൽ
20 ഒറ്റസംഖ്യകൾ കൂട്ടിയാലാണ് 400 കിട്ടുക എന്ന് സാരം. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, 20ഉം അതിൽ നിന്ന് 1 കുറച്ചതും കൂടെ കൂട്ടിയാൽ മതി. 20ക്ക് 1 കുറച്ചാൽ എത്രയാണ്, 19. അപ്പോൾ 19 20 കൂടിയും കൂട്ടിയാൽ 39 ആയിരിക്കും അവസാനം കൂട്ടിയിട്ടുള്ള ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. ഇനി ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ്. ഏതാണ് 50ാമത്തെ ഒറ്റ സംഖ്യ? 50ൻ്റെ ഇരട്ടി നോക്കിയിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. 50ൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 100, 100ന്ന് 1 കുറക്കുമ്പോൾ 99. അപ്പോൾ 99 ഏക്കാരം 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1 മുതൽ ഈ സംഖ്യ വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അത് കാണാൻ എന്താ വേണ്ടത്, നമ്മൾ പഠിച്ചുല്ലേ, എത്ര ഒറ്റ സംഖ്യ ഉണ്ടോ അതിൻ്റെ സ്ക്വയർ കണ്ടാൽ മതി. 50ആണ് പറഞ്ഞത്, 50ാമത്തെ ഒറ്റ സംഖ്യ അല്ലേ 99 എന്ന് പറയുന്നത്. അപ്പോൾ 50 × 50 കണ്ടാൽ മതി അല്ലേ, അതിൻ്റെ സമചതുര സംഖ്യ അഥവാ സ്ക്വയർ നമ്പറാണ് കാണേണ്ടത്. അപ്പോൾ 50 × 50 ആണ് അതിൻ്റെ തുക എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും, 5 25, എന്നിട്ട് 2 0 കൂടി ഇട്ട് കൊടുക്കുക, അതായത് 2500 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 1 മുതൽ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും, 2500 ആയിരിക്കും. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 50ാമത്തെ ഒറ്റ സംഖ്യ ഏതാണെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ, ആ 50ൻ്റെ ഇരട്ടി കണ്ടിട്ട് അതിന് 1 കുറച്ചു, അത്ര ഒറ്റ സംഖ്യകളാണ് പിന്നെ 50ാമത്തത് എന്ന് പറയുന്നത്. അതായത് 99ആണ് 50ാമത്തെ ഒറ്റ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ആ 99 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, 50 എണ്ണാണ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 50ൻ്റെ സ്ക്വയർ കണ്ടാൽ മതി, 50 × 50 കണ്ടാൽ മതി. അപ്പോൾ 50നെ 50 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടുന്നത്, 2500 എന്ന് ഉത്തരം കിട്ടും. ഇനി അടുത്തത് നോക്കൂ. ഒരു 4 എന്ന് പറഞ്ഞ ആ ഒരു സമചതുര സംഖ്യ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ പിരിച്ചെഴുതിയ രീതി നോക്കൂ. 4 = 1 + 2 + 1 എന്നാണ്. പിന്നെ അടുത്തത് 9 ആണ്. 9ന് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്, 1 + 2 + 3 + 2 + 1 അല്ലേ. ഇനി അടുത്തത് 16 ആണ്. 16 ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്, 4ൻ്റെയാണ്. അപ്പോൾ 1 മുതൽ 4 വരെ എഴുതി, അതായത് 1 + 2 + 3 + 4 എന്ന് എഴുതി, പിന്നെ +3 + 2 + 1 എന്ന് എഴുതി അല്ലേ. അപ്പോൾ ആ രീതിയിൽ 25ന് തുകയായി പിരിച്ചെഴുതുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് എഴുതുക നോക്കൂ. 25 എന്ന് പറയുന്നത് എന്താണ്, പിന്നെ 5ൻ്റെ സ്ക്വയർ നമ്പറാണ് അല്ലേ, 5ൻ്റെ സമചതുര സംഖ്യയാണ്. അപ്പോൾ 5 വരെ ++ എന്ന് പറഞ്ഞിട്ട് എഴുതുക, അതായത് 1 + 2 + 3 + 4 + 5 എന്ന് എഴുതുക. പിന്നെ ശേഷം +4 +3 +2 + 1 എന്ന് എഴുതുക താഴത്തേക്ക്. അപ്പോൾ എന്ത് കിട്ടും, അത് കൂട്ടിയാൽ 25 എന്ന് കിട്ടും. ഇനി അതിൻ്റെ അടുത്തത് എന്താണ്, 36ന് എങ്ങനെ എഴുതുക എന്നാണ്. അപ്പോൾ 36 എന്ന് പറയുന്നത് പിന്നെ ഏതിൻ്റെ സ്ക്വയർ നമ്പറാണ്, ഏതിൻ്റെ സമചതുര സംഖ്യയാണ്, 6ൻ്റെയാണ് അല്ലേ. 6 × 6 അല്ലേ 36 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണൽ സംഖ്യ 6 വരെ പ്ലസ് ഇട്ടിട്ട് എഴുതുക, അതായത് 1 + 2 + 3 + 4 + 5 + 6. അതിന് ശേഷം പിന്നെ താഴത്തേക്ക് +5 + 4 + 3 + 2 + 1 എന്ന് എഴുതുക. ഇനി അത് കൂട്ടി നോക്കിയാൽ നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക, 36 ആയിരിക്കും കിട്ടുക. ഇനി അടുത്ത ചോദ്യം നോക്കൂ. 100നെ ഇങ്ങനെയുള്ള തുകയായി പിരിച്ചെഴുതാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എഴുതാൻ പറ്റുമോ ഇല്ലെന്ന് എങ്ങനെ അറിയാതെ ഏതെങ്കിലും ഒരു സ്ക്വയർ നമ്പറാണോ, അതായത് ഒരു സമചതുര സംഖ്യയാണോ എന്ന് നോക്കിയാൽ മതി. അത് 100 എന്ന് പറയുന്നത് 10 × 10 അല്ലേ, 10 × 10 അല്ലേ 100. അപ്പോൾ അതൊരു സമചതുര സംഖ്യയാണ് അല്ലേ, ഒരു സ്ക്വയർ നമ്പറാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പിരിച്ചെഴുതാൻ പറ്റും. അതെങ്ങനെ പിരിച്ചെഴുതണമെന്ന് കൂടെ നമുക്ക് നോക്കാം. എങ്ങനെ എഴുതുക, 1 മുതൽ 10 വരെ പ്ലസ് ഇട്ടിട്ട് എഴുതുക. അതിന് ശേഷം താഴത്തേക്ക് 9 8 7 എന്ന് പറഞ്ഞിട്ട് താഴത്തേക്ക് എഴുതുക. അങ്ങനെ എഴുതി 1 വരെ എഴുതി കഴിഞ്ഞാൽ അത് കൂട്ടുമ്പോൾ എന്തായിരിക്കും കിട്ടുക, 100 എന്ന് ആൻസർ കിട്ടും. ഇനി മറ്റൊരു കാര്യമാണ് പറയുന്നത്, സമചതുര ഗുണനം എന്ന് പറഞ്ഞിട്ട് അതിലുള്ളത് 4ഉം 9ഉം സമചതുര സംഖ്യയാണല്ലോ അല്ലേ. 4 എന്ന് പറയുന്നത് 2ൻ്റെ പിന്നെ സമചതുര സംഖ്യയാണ്. 9 എന്ന് പറയുന്നത് 3ൻ്റെ സമചതുര സംഖ്യയാണ് അല്ലേ. പിന്നെ 4 2ൻ്റെ സ്ക്വയറും 3 അല്ല 9 3ൻ്റെ സ്ക്വയറുമാണ്. അപ്പോൾ 4 × 9 എത്രയാണ്, 36 ആണ്. അത് വേറൊരു സമചതുര സംഖ്യയാണ് അല്ലേ. 36 എന്ന് പറയുന്നതും സമചതുര സംഖ്യ തന്നെയാണ്. അപ്പോൾ 4 × 9 എന്ന് എഴുതാൻ പറ്റും. 36നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 4 × 9 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ 6 × 6 എന്നും എഴുതാൻ പറ്റും. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ ഇതല്ലേ, അപ്പോൾ 6 × 6 എന്നും എഴുതാൻ പറ്റും. ഇനി നമുക്ക് വേറെ ഏതെങ്കിലും 2
സമചതുര സംഖ്യകൾ എടുത്തു നോക്കാം. അപ്പോൾ ഇതിലെടുത്തിട്ടുള്ളത് 25ഉം 16ഉം ആണ്. അപ്പോൾ നമ്മൾ 25നെ 16 കൊണ്ട് ഗുണിക്കുന്നതിന് മുമ്പ് 25 എന്ന് പറഞ്ഞാൽ ഏതാണ്? 5ൻ്റെതാണ് അല്ലേ? 5 × 5 ആണ്. 16 എന്ന് പറഞ്ഞാലോ 4 × 4 ആണ്. അപ്പോൾ നമ്മൾ 25 × 16 എന്ന് എഴുതുന്നതിന് പകരം 5 × 5 × 4 × 4 എന്ന് എഴുതാലോ. ഗുണിക്കുന്നത് ഏത് ക്രമത്തിലായാലും ഗുണനഫലം മാറില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 25 × 16നെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. അതായത് 5 × 4 × 5 × 4 എന്ന് എഴുതാം. 5 × 5 × 4 × 4 എന്ന് നമ്മൾ ആദ്യം എഴുതിയത് അത് നമ്മൾ ഒരു 5ഉം ഒരു 4ഉം അടുത്തേക്ക് എഴുതി, പിന്നെ ഒരു 5ഉം ഒരു 4ഉം അടുത്തേക്ക് എഴുതി. ഇപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് എത്രയാണെന്ന് നോക്കാൻ പറ്റൂലേ? 4 5 20 ആണ്. വീണ്ടും അടുത്ത 4 5 20 ആണ്. അപ്പോൾ 20 × 20 കണ്ടാൽ മതി. അപ്പോൾ 25 × 16 കാണാൻ നമ്മൾ എന്ത് കണ്ടാൽ മതി? 20 × 20 കണ്ടാലും മതി. അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലായി? 25 എന്ന് പറഞ്ഞ ഒരു സമചതുര സംഖ്യയും 16 പറഞ്ഞ ഒരു സമചതുര സംഖ്യയും ഗുണിച്ചപ്പോൾ 20 എന്ന് പറഞ്ഞ ഒരു പിന്നെ സംഖ്യേൻ്റെ സമചതുര സംഖ്യയാണ് കിട്ടുന്നത് അല്ലേ? 20 × 20 400 കിട്ടുന്നത് അല്ലേ? അതും എന്ത് തന്നെയാണ്? ഒരു സമചതുര സംഖ്യ തന്നെയാണ്. ഇതുപോലെ ഏത് രണ്ട് സമചതുര സംഖ്യകൾ എടുത്ത് ഗുണിച്ചാലും ഉത്തരം ഒരു സമചതുര സംഖ്യ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് ചുവടെയുള്ള ഓരോ ഗുണനത്തെയും ഒരു സംഖ്യയെ അതുകൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 9 × 16 ആണ്. അപ്പോൾ 9 × 16 എന്നുള്ളതിൽ 9ന് പകരം നമുക്ക് എന്ത് എഴുതാം? 3 × 3 എന്ന് എഴുതാം അല്ലേ? പിന്നെ ഗുണിക്കണം 16 എന്നുള്ളതിന് പകരം 4 × 4 എന്നും എഴുതാം. ഇനി നമുക്ക് അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി എഴുതാം. ക്രമം മാറ്റി എഴുതി എന്ന് വിചാരിച്ചിട്ട് ഗുണനഫലത്തിൽ മാറ്റം വരില്ല നമുക്കറിയാം. അപ്പോൾ 3 × 4 പിന്നെ ഗുണിക്കണം 3 × 4 എന്ന് തന്നെ എഴുതാം അല്ലേ? ഗുണനം തന്നെ എഴുതണം. ഇതിൻ്റെ ഇടയിൽ ബ്രാക്കറ്റിൽ ഇട്ടാലും പ്രശ്നമില്ല. നമുക്കത് മനസ്സിലാകാൻ വേണ്ടി അത് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ 3 × 4 × 3 × 4 എന്ന് എഴുതി. ഇനി 3 × 4 ആദ്യം ഗുണിക്കുക, എന്നിട്ട് പിന്നെ അടുത്ത 3 × 4 ഗുണിക്കുക. അപ്പോൾ 3 × 4 എത്രയാണ്? 12 അല്ലേ? അപ്പോൾ 12 × 12 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ 9 × 16 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 12 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 16 × 36 ആണ്. അത് നമുക്കിതുപോലെ മാറ്റി എഴുതാം. അപ്പോൾ നോക്കൂ, 16 എന്ന് പറയുന്നത് 4 × 4 ആണ് അല്ലേ? ഒരു സ്ക്വയർ നമ്പർ വെച്ചിട്ട് തന്നെ എഴുതുക നമ്മൾ കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണിത് ഓക്കെ ആവുക. അപ്പോൾ 4 × 4 ആണ്. 36 എന്ന് പറയുന്നതോ 6 × 6 ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി എഴുതാം. 4 × 6ഉം 4 × 6 കൊടുക്കുക. അപ്പോൾ 4 × 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. പിന്നെ അടുത്ത 4 × 6ഉം 24. അപ്പോൾ 24 × 24 ആയല്ലോ. നമ്മോട് പറഞ്ഞത് ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് തന്നെ ഗുണിക്കുന്ന രീതിയിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പോൾ 16 × 36 എന്ന് പറഞ്ഞാൽ എന്താണ്? 24 × 24 ആണ്. ഇനി അടുത്തത് നോക്കൂ, 36 × 49 ആണ്. 36 എന്ന് പറഞ്ഞാൽ 6 × 6 അല്ലേ? 6 × 6 എന്നാക്കി. 49നെ 7 × 7 എന്ന് ആക്കി. ഇനി അതിന് ക്രമം ഒന്ന് മാറ്റി എഴുതുക. 6 × 7 × 6 × 7 എന്ന് എഴുതി. ഇനി 6 × 7നെ ഗുണിക്കുമ്പോൾ 42 കിട്ടും. അപ്പോൾ 42 × 42 ആയി. അപ്പോൾ 36 × 49ഉം 42 × 42ഉം എന്താണ്? തുല്യമാണ്. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ചെയ്യാം. 49 × 64 ആണ്. 49 എന്നുള്ളതിനെ നമുക്ക് എന്ത് എഴുതാം? 7 × 7 എന്ന് എഴുതാം. 64 എന്നുള്ളതിനോ 8 × 8 എന്ന് എഴുതാം. ഇനി അത് ക്രമം മാറ്റി എഴുതുമ്പോൾ 7 × 8 × 7 × 8 എന്ന് എഴുതാം. 7 × 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 8 56 ആണ്. അപ്പോൾ 56 × 56 എന്ന് എഴുതാം. 49 × 64 എന്നുള്ളതിന് പകരം എങ്ങനെ എഴുതാം? 56 × 56 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്തത് 81 × 25 കാണാനാണ് അല്ലേ? 81 എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 9 × 9 കൊടുക്കാം. 9 × 9 അല്ലേ? 81 9 9 81 ആണ്. 25ന് പകരമോ 5 × 5 കൊടുക്കാം അല്ലേ? 5 ആണ് 25. അപ്പോൾ 9 × 9 × 5 × 5 എന്ന് എഴുതി. ഇനി നമുക്ക് അതിൻ്റെ ക്രമം ഒന്ന് മാറ്റി എഴുതണം. അപ്പോൾ 9 × 5 × 9 × 5 എന്ന് എഴുതി. ഇനി 9 × 5 എത്രയാണ്? 45. അപ്പോൾ 45 × 45 എന്ന് എഴുതാം. അപ്പോൾ 81 × 25 എന്ന് പറഞ്ഞാൽ 45 × 45 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ചുവടെയുള്ള ഗുണനഫലങ്ങൾ മനക്കണക്കായി ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പഠിച്ച രീതിയിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? 25 × 4 എന്ന് പറഞ്ഞാൽ 100 നമുക്ക് അല്ലാതെ തന്നെ പറയാം. എന്നാലും അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. 25 എന്നുള്ളത് 5 × 5 ആണ്. 4 എന്ന് പറയുന്നത് 2 × 2 ആണ് അല്ലേ? അപ്പോൾ അതിലത്തെ 5ഉം ഇതിലത്തെ 2ഉം കൂടെ എടുക്കുമ്പോൾ 10. 10 × 10 എത്രയാണ്? 100 എന്ന് കിട്ടും. ഇനി അതേപോലെ അടുത്ത് നോക്കാം. 25 × 16 ആണ് അല്ലേ? 25 എന്ന് പറയുന്നത് 5 × 5 ആണ്. 16 എന്ന് പറയുന്നത് 4 × 4 ആണ്. അപ്പോൾ അതിലത്തെ 5ഉം 4 കൊടുക്കുക. അപ്പോൾ 5 × 4 വീണ്ടും 5 × 4. അപ്പോൾ എത്രയായിരിക്കും? 5 × 4 പറഞ്ഞാൽ 20. 20 × 20 കണ്ടാൽ മതി അല്ലേ? 20 × 20 എത്രയാണ്? 2 2 4 ആണ്. 2 0 കൂടെ ഇട്ട് കൊടുത്താൽ 400 എന്ന് കിട്ടും. ഇത് നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ.
ഇനി അടുത്ത് നോക്കൂ 25 ഇൻറ്റു 36 അല്ലേ. 25 ഇൻറ്റു 36 എന്നുള്ളിൽ 25നെ നമുക്ക് 5 ഇൻറ്റു 5 ആക്കും, 36നെ 6 ഇൻറ്റു 6 ആക്കും. അപ്പോൾ രണ്ടത്തെ ഓരോന്നെടുക്കുക, 5ഉം 6ഉം. അപ്പോൾ 5 ഇൻറ്റു 6 ഇൻറ്റു 5 ഇൻറ്റു 6, 5 6 എത്രയാണ്? 6 30 അപ്പോൾ 30 ഇൻറ്റു 30, 30 ഇൻറ്റു 30 എത്രയാണ്? 3 ഇൻറ്റു 3 കാണുക. അപ്പോൾ 9 കിട്ടും, 2 0 കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ 900 എന്ന് ആൻസർ കിട്ടും. ഇനി ഇതിൽ അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 25 ഇൻറ്റു 64 ആണ് അല്ലേ. 25 എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 5 ആണ്, 64 എന്ന് പറഞ്ഞാൽ 8 ഇൻറ്റു 8 ആണ്. അപ്പോൾ നമ്മളതിനെ ക്രമം മാറ്റിയിട്ട് 5 ഇൻറ്റു 8ഉം 5 ഇൻറ്റു 8ഉം ആക്കിയിട്ട് എഴുതുക. അപ്പോൾ 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 40 ആണ്, 5 ഇൻറ്റു 8 40. അപ്പോൾ 40 ഇൻറ്റു 40 കണ്ടാൽ മതി. 40 ഇൻറ്റു 40 പറഞ്ഞാൽ എത്രയാണ്? 4 4 16 ആണ്. പിന്നെ 2 0 ഇട്ട് കൊടുക്കുക, 2 അപ്പിയിൽ ഓരോ പൂജ്യങ്ങളില്ലേ, ആ 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയായി? 1600 എന്ന് ആൻസർ കിട്ടും. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ ഈ പാഠഭാഗം ഏകദേശം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.